الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها النبي قل لأزواجك وبناتك ونساء المؤمنين يدنين عليهن من جلابيبهن ذلك أدنى أن يعرفن فلا يؤذين وكان الله غفورا رحيما. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, സർവശക്തനും പരമപരിശുദ്ധനുമായ പടച്ചവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ജീവിതത്തിലുടനീളം സൂക്ഷ്മത പുലർത്തി അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയത്തോടു കൂടി ജീവിക്കുന്ന വിശ്വാസിനികളിൽ സർവശക്തനായ പടച്ചതമ്പുരാൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇസ്ലാമിക വസ്ത്രധാരണം എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു കഴിഞ്ഞ ഖുതുബയിൽ നാം സംസാരിച്ചിരുന്നത്. ഇസ്ലാമിക വേഷവിധാനങ്ങളുടെ പ്രാധാന്യവും മഹത്വവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങളുമെല്ലാം അതിൽ നാം മനസ്സിലാക്കുകയുണ്ടായി. അതിനോട് തുടർന്നു കൊണ്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ധാരാളം ഭാഗങ്ങളിലൂടെ വിഷയം കടന്നു പോകേണ്ടതുള്ളതിനാൽ കൂടുതൽ വിശദീകരണങ്ങളില്ലാതെ അതിൻ്റെ പോയിന്റുകൾ മാത്രമാണ് ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. നാം കഴിഞ്ഞ ഖുതുബയുടെ അവസാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വസ്ത്രധാരണത്തിന്റെ ലക്ഷ്യമായി പഠിപ്പിച്ചിട്ടുള്ളതിൻ്റെ ആദ്യമായി കൊണ്ട് പറഞ്ഞത് നിങ്ങളുടെ നഗ്നത മറക്കുവാൻ വേണ്ടിയിട്ടാണ് എന്നാണ്. അങ്ങനെ നഗ്നത എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഔറത്ത് എന്നാണ് അറബിയിൽ അതിന് പറയാറുള്ളത്. പുരുഷന്മാരുടെ ഔറത്ത് എവിടെയാണ്, സ്ത്രീകളുടെ ഔറത്ത് ഏതെല്ലാം ഭാഗങ്ങളിലാണ് എന്നതൊക്കെ നാം മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. പുരുഷന്മാരുടെ ഔറത്തിനെ സംബന്ധിച്ച്
4 മദ്ഹബിന്റെ ഇമാമുകളും ഒരുമിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം, ഔറത്തുർ റജുലി ഫി സ്വലാത്തി വ ഖാരിജഹ മാ ബൈന സുറത്തി വറുക്ബതി ഇൻദൽ ഹനഫിയ്യ വൽ മാലികിയ്യ വശാഫിഇയ്യ വൽ ഹനാബില. ഇമാം ഇബ്നു ഹനീഫയും അതുപോലെ ഇമാം മാലിക്കും മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഇയും അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയും അവരൊക്കെ പറഞ്ഞത് പുരുഷന്മാരുടെ ഔറത്ത് എന്ന് പറയുന്നത് മുട്ടുപൊക്കിളിനിടയിലുള്ള ഭാഗമാണ് എന്നാണ്. ഇത് പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഈ ഹദീസിന്റെ വിഷയത്തിലുള്ള ചില ദുർബലതകളുടെ അടിസ്ഥാനത്തിൽ ഈ വിഷയം തുട നജസിൽപ്പെട്ടതാണോ എന്നതിനെ സംബന്ധിച്ച് ചർച്ചകൾ ധാരാളമായി കൊണ്ട് നടന്നിട്ടുണ്ട്. ഇമാം ബുഖാരിയിൽ തന്നെ ബാബുമാ യുദ്കറു ഫിൽ ഫഖ്ദി എന്ന് പറയുന്ന ഒരു അധ്യായം കാണാവുന്നതാണ്. ആ അധ്യായം നമ്മൾ പഠിക്കുകയാണ് എങ്കിൽ അത്യാവശ്യ ഘട്ടങ്ങളിലോ അവിചാരിതമായോ തുട പുറത്തു വന്നിട്ടുണ്ട് എങ്കിൽ അത് ഒരു പ്രശ്നമാക്കേണ്ടതില്ല എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുക. പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള മുട്ടുപൊക്കിളിനിടയിൽ ഉള്ള ഭാഗം അത് ഔറത്തിൽപ്പെട്ടതാണ് എന്ന് തന്നെയാണ് എല്ലാ ആളുകളും അംഗീകരിക്കുന്നത്. എന്നാൽ അത്യാവശ്യമാകുന്ന ഘട്ടങ്ങളിലോ തങ്ങളുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖലയിലോ, ഉദാഹരണമായി കൊണ്ട് ഫുട്ബോൾ കളിക്കുന്ന ആളുകളുടെ ജേഴ്സി എന്ന് പറയുന്നത് തുടയുടെ പകുതി ഭാഗവും പുറത്ത് കാണുന്ന വിധത്തിലാണ്. അത് ഇസ്ലാമിക രാഷ്ട്രങ്ങളായ സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ആ ജേഴ്സി തന്നെയാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. അതുപോലെ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽപ്പെട്ട ആളുകളൊക്കെയും. അപ്പോ ഈ ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ ധാരാളം നടന്നിട്ടുണ്ട് എന്നത് നാം മനസ്സിലാക്കുകയും പൊതുവെ നമ്മൾ സ്വീകരിച്ചിട്ടുള്ള മുട്ടുപൊക്കിളിടയിലുള്ള ഭാഗം അത് ഔറത്തായി നമ്മൾ മനസ്സിലാക്കുന്നു. വളരെ അത്യാവശ്യമുണ്ടാകുന്ന ഘട്ടം, ഉദാഹരണമായി പള്ളിയിൽ നിന്നോ വീട്ടിൽ നിന്നോ പുറത്തേക്കിറങ്ങുന്നു, കോരിച്ചൊരിയുന്ന മഴയാണ്, ആ തുണി താഴ്ത്തിയിട്ട് കൊണ്ട് നമ്മൾ നടന്നാൽ വസ്ത്രത്തിൽ മുഴുവൻ ചളി പുരളും. അപ്പോ ഒന്ന് മടക്കി കുത്തുന്ന അവസരത്തിൽ തുടയുടെ അല്പഭാഗം പുറത്തേക്ക് വന്നു എന്ന് വന്നേക്കാം. അത് സാരമുള്ള ഒരു വിഷയമല്ല. ഇങ്ങനെയുണ്ടാകുമ്പോൾ അതൊരു സാരമുള്ള വിഷയമായി കൊണ്ട് പരിഗണിക്കേണ്ടുന്ന ഒരു കാര്യമല്ല. അതല്ലെങ്കിൽ ഒരാൾ പാടത്തും പറമ്പിലുമൊക്കെ ജോലി ചെയ്യുന്നുണ്ട്, അയാൾക്ക് ആ വസ്ത്രം മുഴുവനായി ധരിച്ചുകൊണ്ട് അയാൾക്ക് ആ ജോലിയിൽ ഏർപ്പെടാൻ പ്രയാസമായിരിക്കും. അങ്ങനെയുള്ള അവസരങ്ങളിൽ അല്പം തുട വെളിവായി എന്നതുകൊണ്ട് പ്രശ്നമാക്കേണ്ടതില്ല. ഇങ്ങനെയുള്ള ചില ഘട്ടങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തന്നെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന ബുഖാരി അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുള്ള സംഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുക എന്നുള്ളത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമായ കാര്യം തന്നെയാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിലൂടെ അത് വളരെ കർശനമായ രൂപത്തിൽ തന്നെ പഠിപ്പിച്ചു തരുന്നുണ്ട്. പ്രവാചകൻ പറയുന്നു, സലാസത്തുൻ ലാ യുകല്ലിമുഹുല്ലാഹു യൗമൽ ഖിയാമ വലാ യൻദുറു ഇലൈഹിം വലാ യുസക്കീഹിം. ഖിയാമത്ത് നാളിൽ 3 വിഭാഗം ആളുകളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുകയില്ല. അതുപോലെ തന്നെ അല്ലാഹു അവരെ പരിശുദ്ധരാക്കി തീർക്കുകയുമില്ല. അവരിൽ ഒരാളെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് അൽ മുസ്ബിലു ഇസാറഹു, തുണി നെരിയാണിക്ക് താഴെ വലിച്ചിഴച്ചുകൊണ്ട് നടക്കുന്നവൻ എന്നാണ്. ഒരു മുസ്ലിമിന്റെ വേഷവിധാനത്തിൽ അവൻ തുണിയാകട്ടെ പാന്റാകട്ടെ അവൻ ധരിക്കേണ്ടുന്ന ഭാഗത്തെക്കുറിച്ച് ഉദ്ധരിക്കപ്പെട്ടുള്ള ഹദീസിൽ കാണാം, ഇസാറത്തുൽ മുഅ്മിനി മിൻ അൻസാഫി സാഖൈഹി. ഒരു മുസ്ലിമിന്റെ, പുരുഷനായ ഒരു മുസ്ലിമിന്റെ വസ്ത്രം എന്ന് പറയുന്നത് അവന്റെ കണങ്കാലിന്റെ പകുതി വരെയാണ്. അതിനേക്കാൾ താഴേക്ക് വരാവുന്ന ഭാഗം അവന്റെ നെരിയാണിയുടെ മുകൾ വരെയാകുന്നു.
അവന്റെ കണങ്കാലിന്റെ പകുതി മുതലാണ് അത് ആരംഭിക്കുന്നത്. അവിടെയാണ് യഥാർത്ഥത്തിൽ അതിന്റെ സ്ഥാനം. അത് നെരിയാണി വരെ ആകാവുന്നതാണ്. അവിടെ നിന്നും താഴെ പോയാൽ അത് നരകത്തിന്റെ ഭാഗമാണ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു കുത്തേറ്റുകൊണ്ട് കിടക്കുന്ന ഒരു ചരിത്ര സംഭവം നമുക്കറിയാവുന്നതാണ്. അദ്ദേഹം ആ വിഷമഘട്ടത്തിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ആ സമയത്ത് പോലും തന്നെ കാണാനും ആശ്വസിപ്പിക്കുവാനും അങ്ങോട്ട് കടന്നു വന്നിട്ടുള്ളവരിൽ ഒരു ചെറുപ്പക്കാരനായ വ്യക്തിയുടെ വസ്ത്രം നെരിയാണിക്ക് താഴെ നിൽക്കുന്നത് കണ്ടപ്പോ മരണവുമായി മല്ലടിച്ച് നിൽക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു ആ സഹോദരനെ പ്രത്യേകം വിളിച്ചുകൊണ്ട് പറഞ്ഞത്, സഹോദര, നീ നിന്റെ വസ്ത്രം കയറ്റിയുടുക്കുക, താഴെ ഇറങ്ങിയാൽ അത് നരകത്തിലേക്കാണ് പോവുക എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിക്കുന്നതാണ്. അപ്പോ ഇത് വളരെ ഗൗരവമേറിയിട്ടുള്ള കാര്യമാണ്. നമ്മുടെയും നമ്മുടെ കുട്ടികളുടെയും എല്ലാം വിഷയത്തിൽ ഗൗരവമേറിയിട്ടുള്ള വിഷയമാണ്. അവർ തുണിയുടുക്കട്ടെ, പാന്റ് ഉടുക്കട്ടെ, മറ്റു വസ്ത്രങ്ങൾ ധരിക്കട്ടെ, അത് നെരിയാണിക്ക് താഴെ പോവാതിരിക്കാൻ വളരെ കർശനമായും അവർ ശ്രദ്ധിക്കേണ്ടതാണ് എന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുപോലെ തന്നെ അവർ നമസ്കാരത്തിന് വരുന്ന സമയത്തോ അല്ലെങ്കിൽ വേഷങ്ങളുമായി കൊണ്ട് പൊതു ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന സമയത്തോ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്നത്, ഇപ്പൊ നമസ്കാരത്തിന് സഫ് കെട്ടുന്ന സമയങ്ങളിൽ നമുക്കറിയാം ആ വ്യത്യസ്ത നിറങ്ങളിലുള്ള ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞതുപോലെ ഇന്ന വസ്ത്രമേ ധരിക്കാവൂ എന്ന പ്രത്യേക ഒരു നിർദ്ദേശം ഇസ്ലാമിലില്ല. പട്ടൊഴികെയുള്ള വസ്ത്രങ്ങൾ മുഴുവനും മുസ്ലിമായ ആളിന് പുരുഷന് ധരിക്കാവുന്നതാണ്. അതിൽ വെള്ളക്ക് പ്രാധാന്യമുണ്ട്. അതവൻ ശ്രദ്ധിച്ചുകൊണ്ട് മറ്റു വസ്ത്രങ്ങൾ അവന് ധരിക്കാവുന്നതാണ്. ഒഴിവാക്കപ്പെടേണ്ടതിൽ അവൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മറ്റു മതത്തിന്റെ ആളുകൾ അവരുടെ ആചാരങ്ങളായിട്ടൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള രീതിയുള്ള വസ്ത്രങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ടതാണ് എന്ന നിർദ്ദേശമുണ്ട്. ബാക്കിയുള്ള വസ്ത്രമെല്ലാം അവന് ധരിക്കാവുന്നതാണ്. എന്നാൽ അയാൾ ഞാൻ നഗ്നത മറച്ചിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നമസ്കാരത്തിനാണ് വന്നത്. നമ്മൾ വന്നിട്ടുണ്ട്, നമ്മുടെ കുട്ടികൾ വന്നിട്ടുണ്ട്. പക്ഷേ ആ വസ്ത്രത്തിന്റെ, അവൻ ധരിച്ച വസ്ത്രത്തിന്റെ പുറത്തുള്ളത്, ടീഷർട്ടിന്റെ പുറത്തുള്ളത് അവൻ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും സ്പോർട്സ് താരങ്ങളുടെ, സിനിമാ താരങ്ങളുടെ ചിത്രമാണ്. അതുപോലെ തന്നെയുള്ള അത്തരത്തിലുള്ള ഏതെങ്കിലും വികൃതമായ മറ്റേതെങ്കിലും രൂപത്തിലുള്ള കാര്യമാണ്. പുറകിൽ സപ്പ് കെട്ടുന്ന ആളുകൾ കാണുന്നതും അവന്റെ പ്രത്യേകമായി അവന്റെ ശ്രദ്ധയിൽ വരുന്നതും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് അത് പുറകിലുള്ള നമസ്കാരക്കാരായ ആളുകൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നതിനാലും, അതുപോലെ തന്നെ അത് എനിക്ക് ഈ ആരാധനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാന്യമായ ഒരു വേഷമല്ല എന്നതിനാലും അത്തരത്തിലുള്ള വേഷം നമ്മളും നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ കുട്ടികളുമെല്ലാം ഉപേക്ഷിക്കേണ്ടതാണ് എന്ന് നാം മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മൾ ധരിച്ചിട്ടുള്ള നമ്മുടെ ഇന്നർ വെയറിന്റെ അടയാളങ്ങൾ പോലും പുറത്ത് കാണുന്ന രൂപത്തിലുള്ള വളരെ നേർത്ത തുണിയോ നേർത്ത വസ്ത്രങ്ങളോ ധരിച്ച് പുറകിലുള്ള ആളുകൾക്ക് മുന്നിലുള്ള ആളിന്റെ ഇന്നർ വയറും അതിന്റെ അടയാളങ്ങളുമെല്ലാം കൃത്യമായി കാണുന്ന രൂപത്തിൽ, അറിയുന്ന രൂപത്തിലുള്ള വസ്ത്രത്തിനാണെങ്കിൽ, പുറകിലുള്ള ഷർട്ടിനാണെങ്കിൽ ഇറക്കവുമില്ല, ഈ രൂപത്തിൽ വസ്ത്രം ധരിക്കുന്നതും കാണാവുന്നതാണ്. ഉപേക്ഷിക്കപ്പെടേണ്ടുന്ന കാര്യം തന്നെയാണ്. വേറെ ചില ആളുകൾ ചില പ്രത്യേക സമയങ്ങൾ ഉണ്ടാകുന്ന ഫാഷനുകൾ സ്വീകരിച്ചുകൊണ്ട് ചില ആളുകൾക്ക്, നമ്മുടെ കുട്ടികൾക്ക്, ചെറുപ്പക്കാർക്കുള്ള പണി, അവർ റുക്കൂഴിൽ പോയാൽ, സുജൂദ് പോയാൽ അവരുടെ രണ്ട് കൈകളും പിന്നെ ഷർട്ടിന്റെ പുറകുവശത്താണ്, പിടിച്ചു വലിച്ചു നോക്കുകയാണ് ഒന്നുകൂടി പുറകോട്ട് വരുമോ എന്ന്. വരില്ല എന്നവർക്കറിയാം. അങ്ങനെയുള്ള അത്തരത്തിലുള്ള രീതി സ്വീകരിച്ചിട്ടുള്ള ആളുകളെയും നമുക്ക് കാണാവുന്നതാണ്. അത് ധരിക്കുന്ന അവസരത്തിലോ അത് വാങ്ങുന്ന സമയത്തോ പരിഹരിക്കേണ്ട വിഷയമാണത്. ടൈലർ ഷോപ്പിൽ നിന്ന് അടിക്കുകയാണെങ്കിൽ അവിടെ പരിഹരിക്കാം. അല്ലെങ്കിൽ 40 ഇഞ്ച് വാങ്ങുന്നിടത്ത് 42 ഇഞ്ച് വാങ്ങാം. എനിക്ക് ഇറക്കം വേണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ എനിക്ക് ആരാധനാ വേളകളിലൊക്കെ ധരിക്കാനുള്ള വസ്ത്രം ആ രൂപത്തിൽ തന്നെ അവർ മനസ്സിലാക്കിക്കൊണ്ട് വാങ്ങേണ്ടതാണ്. എന്നിട്ട് ഇങ്ങനെ അവന്റെ നമസ്കാരത്തിന്റെ
ജീവിതത്തിന്റെ വിവിധ സമയങ്ങളിൽ ഈ വസ്ത്രങ്ങൾ താഴോട്ട് വലിച്ച് അതാണ് ഒരു ശ്രദ്ധ എന്ന രൂപത്തിൽ സ്വീകരിക്കുന്ന ആളുകളെയും കാണാവുന്നതാണ്. അത്തരത്തിൽ തന്നെ ആ വേളയിൽ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവരുടെ ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത്. ചില കുട്ടികളുടെ ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണിത് എന്ന് മനസ്സിലാകാത്ത ഒരു രൂപത്തിലാണ്. ആ ഹെയർ സ്റ്റൈലിൽ അവർ നമസ്കരിക്കുമ്പോൾ സുജൂദിലേക്ക് പോകുമ്പോഴേക്ക് ഒരു കൈ കൊണ്ടുള്ള പണിയെ മുടി മേലോട്ടാക്കുക എന്നുള്ളതാണ്. ചിലർ അതിന്റെ മുകളിൽ തന്നെ സുജൂദ് ചെയ്യുന്നത് കാണാവുന്നതാണ്. അപ്പോ ആ വിഷയം മറ്റൊരു ഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടും മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. അപ്പോ പുരുഷന്മാരായ ആളുകൾ പൊതുവെ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടുന്നത്, എനിക്ക് വെള്ള ഉത്തമമാണ്, മറ്റു വസ്ത്രങ്ങളെല്ലാം എനിക്ക് ധരിക്കാവുന്നതാണ്, ആരാധനാവേളകളിൽ ഏറ്റവും ഭംഗിയുള്ളതും പടച്ചവന്റെ അടുത്താണ് നിൽക്കുന്നത് എന്ന ബോധത്തോടുമുള്ള വസ്ത്രമാണ് ഞാൻ ധരിക്കേണ്ടത്. എന്റെ ഔറത്ത് മറ്റുള്ളവർക്ക് വെളിവാകുന്ന രൂപത്തിലുള്ള വസ്ത്രമാകരുത് ഞാൻ ധരിക്കുന്നത്. അത് നമസ്കാരത്തിലാകട്ടെ മറ്റുള്ള സമയങ്ങളിലാകട്ടെ എപ്പോഴായിരുന്നാലും അത് ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം ഞാൻ വസ്ത്രം ധരിക്കേണ്ടത് എന്ന ബോധം നമ്മളിലൊക്കെ, നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഉണ്ടാവേണ്ടതാണ്. ഇത് കേൾക്കുന്ന ആളുകൾ തങ്ങളുടെ കുടുംബങ്ങളിലുള്ള മക്കളോട് ചെറുപ്പം മുതലേ ഇത് പറഞ്ഞ് ശീലിപ്പിക്കുകയും ധരിപ്പിച്ച് ശീലിപ്പിക്കുകയും പള്ളിയിലേക്കൊക്കെ പോകുന്ന സമയത്ത് മാന്യമായ വസ്ത്രം, അതുപോലെ തന്നെ ആ ഔറത്ത് പൂർണ്ണമായും മറയുന്ന രൂപത്തിലുള്ള വൃത്തിയുള്ള വസ്ത്രം ധരിച്ചു കൊണ്ടുപോകാൻ അവരെ പ്രേരിപ്പിക്കുകയും ശീലിപ്പിക്കുകയും ചെയ്യണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ പുരുഷരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം അത്രയൊക്കെയാണ് നമുക്ക് ചുരുങ്ങിയ രൂപത്തിൽ മനസ്സിലാക്കുവാനുള്ളത്. ഇനി സ്ത്രീയുടെ നഗ്നത എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മുഖവും മുൻകൈയുമൊഴിച്ചുള്ള ഭാഗങ്ങൾ മുഴുവനും അവരുടെ നഗ്നതയാണ് എന്നതാണ് പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള കാര്യം. വിശുദ്ധ ഖുർആൻ പറയുന്നു, വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ, അവരുടെ അലങ്കാരത്തിൽ നിന്ന് അവർ പ്രകടമായതൊഴികെ മറ്റൊന്നും തന്നെ വെളിവാക്കുവാൻ പാടില്ല. പ്രകടമായത് എന്നതിനെ മുഫസ്സിറുകളായ ആളുകൾ വിശദീകരിക്കുന്നത് അവരുടെ മുഖവും മുൻകൈയും എന്നാണ് വിശദീകരിക്കുന്നത്. അതുപോലെ വിശുദ്ധ ഖുർആൻ സൂറത്തു അഹ്സാബിലൂടെ പറയുന്നത്, യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലിഅസ്വാജിക, പ്രവാചകരെ അങ്ങയുടെ ഭാര്യമാരോട് പറയുക, വബനാതിക, താങ്കളുടെ പെൺമക്കളോട് പറയുക, വനിസാഇൽ മുഅ്മിനീൻ, സത്യവിശ്വാസിനികളായ സ്ത്രീകളോടും പറയുക, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരുടെ ശിരോവസ്ത്രങ്ങൾ അവരുടെ മാറിടങ്ങളിലേക്ക് അവർ താഴ്ത്തിയിടട്ടെ എന്ന്. ദാലിക അദ്നാ അൻ യുറഫ്ന, അവർ അറിയപ്പെടാൻ ഏറ്റവും നല്ലത് അതാണ്. ഫലാ യുദൈന, അങ്ങനെയെങ്കിൽ അവർ ഉപദ്രവം ചെയ്യപ്പെടുകയുമില്ല. വകാന അല്ലാഹു ഗഫൂറർ റഹീമ, അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുന്നവനും കരുണ ചൊരിയുന്നവനുമാണ് എന്നതാണ്. അപ്പോ സ്ത്രീകളുടെ മുസ്ലിം സ്ത്രീകളുടെ വേഷവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന ഒരു പേരാണ് ഹിജാബ് എന്ന് പറയുന്നത്. അവരുടെ വേഷവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സാധാരണഗതിയിൽ ഹിജാബ് എന്ന് പറയുന്നത്. ഇടക്കിടക്ക് നമ്മുടെ നാട്ടിലും ലോകത്തുടനീളം വിവാദമായി തീരാറുള്ള ഒരു വിഷയവുമാണിത്. ഹിജാബ് എന്ന് പറയുന്നത് അത് ഒരു കഷ്ണം തുണിയല്ല, ഹിജാബ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അത് തഖ്വയുടെ അടയാളമാണ്, തഖ്വയുടെ വസ്ത്രമാണത്. അത് ഹൃദയത്തിന്റെ അടയാളമാണ്. കാരണം ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയുന്ന ഒരു വ്യക്തി ആ മുസ്ലിമത്തായി കൊണ്ട് ജീവിക്കുന്ന സമയത്ത് എൻ്റെ തഖ്വയാണ് എൻ്റെ വസ്ത്രത്തിലൂടെ പ്രകടമാകേണ്ടത്, എൻ്റെ ഹൃദയ വിശുദ്ധിയാണ് ഈ വസ്ത്രത്തിലൂടെ പ്രകടമാകേണ്ടത് എന്ന് മനസ്സിലാക്കുന്ന ഒരു മുസ്ലിം സ്ത്രീ സ്വീകരിച്ചിട്ടുള്ള വേഷവിധാനത്തിനാണ് ഇവിടെ ഹിജാബ് എന്ന് നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ന് നമുക്കറിയാം, ഇവിടെ ഹേമ കമ്മിറ്റിയുടെ ചർച്ചകളൊക്കെ നമ്മുടെ മീഡിയകളിലും പത്രങ്ങളിലുമൊക്കെ സവിസ്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത്, മലയാള സിനിമാ മേഖലയിൽ നടക്കുന്ന ലൈംഗിക അരാജകത്വത്തിനും ചൂഷണത്തിനും മാംസ കച്ചവടത്തിനുമെതിരെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. അത് തന്നെ 4.5 വർഷങ്ങൾ റിപ്പോർട്ട് കിട്ടി. 4.5 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് കുറെ പേജുകൾ ഒഴിവാക്കിക്കൊണ്ട് വിവരാവകാശ കമ്മീഷനിലൂടെ വിവരം തേടിയ ആളുകൾക്ക് വേണ്ടി അത് പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ പറയുന്ന
ആ ഹേമ കമ്മിറ്റിയിൽപ്പെട്ടിട്ടുള്ള ശാരദ എന്ന് പറയുന്ന ഒരു സ്ത്രീ പറയുന്ന അഭിപ്രായം, സ്ത്രീകളുടെ വസ്ത്രധാരണം ശരിയല്ല. മറച്ചു വെക്കുക എന്നതിനേക്കാൾ ഇപ്പോൾ വസ്ത്രധാരണ രീതി ശരീരഭാഗങ്ങൾ എടുത്തു കാട്ടുന്ന വിധത്തിലാണ് എന്നതാണ്. ഇങ്ങനെയുള്ള പീഡനങ്ങൾ അവർക്ക് നേരെ ഉണ്ടാവാനുള്ള കാരണം, അതുപോലെ തന്നെ അവർക്ക് സുരക്ഷയില്ലാത്ത അവസ്ഥയുണ്ടാകുവാനുള്ള കാരണം, മറച്ചുവെക്കാത്ത രൂപത്തിൽ, മുഴച്ചു നിൽക്കുന്ന രൂപത്തിലോ മറ്റുള്ളവരെ ആകൃഷ്ടരാക്കുന്ന രൂപത്തിലോ ഉള്ള വസ്ത്രധാരണ രീതിയാണ് ഈ ഇത്തരത്തിലുള്ള പ്രവണതകൾക്ക് കാരണം എന്നാണ് തന്റെ റിപ്പോർട്ടിൽ ശാരദ എന്ന് പറയുന്ന ആ കമ്മിറ്റിയിൽ പെട്ടിട്ടുള്ള ഒരു അംഗം റിപ്പോർട്ടിൽ എഴുതിയിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള നമ്മുടെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരുപാട് വ്യക്തികൾ, കമലാ സുരയ്യയെ പോലെയുള്ള ആളുകൾ, ആ കമലാ സുരയ്യ പറയുന്നു, എനിക്ക് ഇസ്ലാമിലേക്ക് പ്രമുഖമായ ഒരു ചാനലിന് കമലാ സുരയ്യ നൽകിയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു. ഇസ്ലാമിൽ വന്നപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താണ്, നിങ്ങളുടെ ചിന്താഗതി എന്താണ് എന്ന് ചോദിച്ചപ്പോ കമലാ സുരയ്യ പറയുന്ന മറുപടി, എനിക്ക് ഏറ്റവും അഭിമാനകരമായി തോന്നുന്ന കാര്യം എന്റെ ശരീരം മറക്കുവാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് ലഭിച്ചു എന്നതാണ്. എന്റെ ശരീരം മുഴുവനായി മറക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് ലഭിച്ചു എന്നതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ സ്വാതന്ത്ര്യം എന്ന് കമലാ സുരയ്യ മുസ്ലിമായ സമയത്ത് നടത്തിയിട്ടുള്ള ഇന്റർവ്യൂകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ ചരിത്രപരമായും അതുപോലെ തന്നെ മനുഷ്യവംശപരമായും നാം പരിശോധിക്കുകയാണെങ്കിലും ദൈവം സൃഷ്ടിച്ചിട്ടുള്ള, വില കൂടിയിട്ടുള്ള, മൂല്യമേറിയിട്ടുള്ള സർവ വസ്തുക്കളും ഏതെങ്കിലും ഒരു കേസിന്റെ ഉള്ളിലോ ഒരു അടപ്പിന്റെ ഉള്ളിലോ ആണ് അത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഉദാഹരണമായി ഡയമണ്ട് എന്ന് പറയുന്നത്, വജ്രം എന്ന് പറയുന്നത്, അത് ഭൂമിയുടെ ഏറ്റവും ആഴങ്ങളിലാണ്. അത് എടുക്കുക എന്ന് പറയുന്നത് അത്രയും പ്രയാസകരമായ അധ്വാനത്തിലൂടെ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അപ്പോ വില കൂടിയിട്ടുള്ള ഡയമണ്ട് അത്രമാത്രം ആഴങ്ങളിൽ അല്ലാഹു പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. അതുപോലെ പവിഴം എന്ന് പറയുന്നത് ആഴക്കടലിലാണ്. ആഴക്കടലിൽ മാത്രമല്ല, ആഴക്കടലിലും ചിപ്പികൾക്കുള്ളിലാണ്. ആഴക്കടലിലും ചിപ്പികൾക്കുള്ളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭദ്രമായി അതിനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അതുപോലെ വില കൂടിയിട്ടുള്ള സ്വർണം എന്ന് പറയുന്നത് ഭൂമിയുടെ ഏറ്റവും ആഴങ്ങളിലേക്ക് ചെന്നുകൊണ്ട് അതിന്റെ ഖനികളിൽ നിന്നാണ് അത് കുഴിച്ചെടുക്കുന്നത്. അപ്പോ വില കൂടിയിട്ടുള്ള വസ്തുക്കളൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആവരണത്തിനുള്ളിലോ അല്ലെങ്കിൽ വളരെ സുരക്ഷിതമായിട്ടോ ആണ് അതിനെയെല്ലാം സൃഷ്ടിക്കപ്പെട്ടത് എന്നത് സൃഷ്ടിപ്പിന്റെ മേഖലകൾ പരിശോധിച്ചാലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ നമ്മുടെ കൈകളിൽ ഏറ്റവും വിലപിടിപ്പുള്ള വല്ലതുമുണ്ട് എന്ന് വിചാരിക്കുക. വില കൂടിയ ഒരു ഫോണ് നമ്മുടെ കൈകളിലുണ്ട്. അത് ഒരു ഐഫോൺ തന്നെയാകട്ടെ, ആ ഒരു ഐഫോൺ ആണ്, അല്ലെങ്കിൽ അതിന്റെ താഴെ നമ്മുടെ കൈകളിലുള്ള 10, 20, 30 രൂപ വില വരുന്ന ഫോണാണ് എങ്കിലും ഒരു ഫോണ് നമ്മൾ വാങ്ങിയിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് എങ്കിൽ, ആദ്യം ചെയ്യുക ആ ഫോണിന് ഒരു സ്ക്രീൻ കാർഡ് വെക്കുക എന്നുള്ളതാണ്. പൊട്ടിക്കുക എന്നത് എന്തിനു വേണ്ടിയിട്ട? അത് നിലത്ത് വീണ് പൊട്ടിയാൽ അതിന്റെ ഡിസ്പ്ലേ നഷ്ടപ്പെട്ടു പോകും. അതിന്റെ ഡിസ്പ്ലേ പോയാൽ ആയിരക്കണക്കിന് രൂപ വേണം ആ ഡിസ്പ്ലേ മാറ്റാൻ. അതുകൊണ്ട് ഡിസ്പ്ലേ മാറ്റാതിരിക്കാൻ, അത് പൊട്ടാതിരിക്കാൻ അതിന്റെ മുകളിൽ ഒരു കവർ ഒട്ടിക്കുന്നു. അതും പോരാ, അതിന് പുറമെ നമ്മൾ പൊതുവെ ഒരു കേസ്, അതിന്റെ ഒരു കേസ് വാങ്ങിയിടുന്നു. എന്തിനു വേണ്ടിയിട്ട? ആ ഫോൺ നിലത്ത് വീണ് മറ്റ് പൊട്ടലുകളും അപകടങ്ങളും അതിനുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഫോണിന് വീണ്ടും ഒരു കേസ് വാങ്ങുന്നത്. എന്നാൽ ആരെങ്കിലും നമ്മോട് ചോദിച്ചു എന്നിരിക്കട്ടെ, ആ ഫോണ് വാങ്ങിയ രൂപത്തിൽ ആളുകൾ കാണുന്നതല്ലേ ഏറ്റവും നല്ലത്? ശരിയാണ്, അങ്ങനെ കാണുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് അതിന് കേസ് ഇടുന്നതാണ്, അതിന്റെ സ്ക്രീൻ കാർഡ് ഒട്ടിക്കുന്നതാണ്. അതാണ് അതിന്റെ സുരക്ഷിതത്വം എന്ന് പറയുന്നത്. സ്ത്രീകളുടെ വസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടും നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യവും അത് തന്നെയാണ്. അത്തരത്തിലാണ് ഇസ്ലാമികമായ വസ്ത്രധാരണത്തിൽ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷ ആവശ്യമാണ്.
ഏറ്റവും കൂടുതൽ സുരക്ഷ അവർക്ക് ലഭിക്കണമെങ്കിൽ, സമൂഹത്തിനിടയിൽ അവർക്ക് ഇറങ്ങി നടക്കണമെങ്കിൽ അത്തരത്തിലുള്ള ഒരു വേഷവിധാനം അനിവാര്യമാണ് എന്നതുകൊണ്ടാണ് ആ പരിശുദ്ധ ദീനുൽ ഇസ്ലാം അവരുടെ വേഷവിധാനത്തിൽ അവരുടെ ശിരോവസ്ത്രങ്ങൾ മാറിടങ്ങളിലേക്ക് താഴ്ത്തിയിടണം എന്ന് പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇസ്ലാമികമായ വേഷവിധാനത്തോടുകൂടി നടക്കുന്ന മുസ്ലിം സ്ത്രീകളായ ആളുകൾ പറയുന്നത് എനിക്കൊരു നിലപാടുണ്ട് എന്നാണ്. എനിക്കൊരു നിലപാടുണ്ട്, എനിക്കൊരു വിശ്വാസമുണ്ട്. എന്റെ ശരീരമെന്നത് കണ്ട പൂവാലന്മാരായ ആളുകളും ഞരമ്പ് രോഗികളായ ആളുകളും കണ്ടാസ്വദിക്കുവാനുള്ളതല്ല. അവർക്ക് വെള്ളമൂറ്റി അവരുടെ ചുണ്ടുകളിൽ വെള്ളമൂറി വരാനുള്ള കാര്യമല്ല. മാന്യമായ വസ്ത്രധാരണാ രീതി സ്വീകരിച്ചിട്ടുള്ള ആളുകളിൽ നിന്ന്, സ്ത്രീകളിൽ നിന്ന്, തങ്ങളുടെ കണ്ണുകളിൽ നിന്നുള്ള രക്ഷയായിരിക്കും അവർക്ക് അതുകൊണ്ടുണ്ടായിത്തീരുക. അതുകൊണ്ട് ഈ വസ്ത്രധാരണാ രീതി എന്നുള്ളത് അവർക്ക് സംരക്ഷണമാണ്, അവർക്ക് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഉള്ളതാണ് എന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതുപോലെ വിശുദ്ധിയാണ് പർദ എന്ന് പറയുന്നത്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് വിശുദ്ധിയാണ്. എന്ന് പ്രവാചകന്റെ ഭാര്യമാരുടെ അടുക്കൽ ചെന്ന് സ്വഹാബത്തിന് വല്ല കാര്യവും ആവശ്യപ്പെടാനോ അന്വേഷിക്കാനോ അല്ലെങ്കിൽ സംശയം തീർക്കുവാനോ അതിന് കൂടി ചെന്നിട്ടുണ്ട് എങ്കിൽ ഒരു മറക്ക് പിന്നിൽ നിന്നുകൊണ്ട് നിങ്ങൾ സംസാരിക്കുക. ഒരു മറക്ക് പിന്നിൽ നിന്ന്, അതൊരു സുരക്ഷിതത്വമാണ്. കാരണം പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇത് രണ്ട് ജെൻഡറുകളാണ്. പുരുഷനും സ്ത്രീയും എന്നത് രണ്ട് ജനറുകളാണ്. പ്രത്യേകം അവർ ആകർഷണമുണ്ട്. ആ ആകർഷണത്തിന്റെ പേരിൽ പല വേണ്ടാത്ത കാര്യങ്ങളും സംഭവിച്ചു എന്ന് വന്നേക്കാം. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഇസ്ലാം പറയുന്നത് ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅത്തിൻ ഇല്ലാ വമഅഹാ ദൂ മഹറം. ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒറ്റക്കാകുവാൻ പാടില്ല. അവരുടെ കൂരിൽ മഹ്റമായ വിവാഹബന്ധം നിഷിദ്ധമായ ആളുകൾ കൂടെയുണ്ടാവാതെ അവരുടെ കൂടെ ഉണ്ടാകുക. അവർ ഒറ്റക്കായി ഒരു സ്ത്രീയും പുരുഷനും അങ്ങനെയാവാൻ പാടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അപ്പോ വസ്ത്രധാരണ രീതി എന്ന് പറയുന്ന അവിടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള, സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു കാര്യമാണത് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇങ്ങനെ ചോദിക്കുമ്പോ ചില ആളുകൾ തിരിച്ചു ചോദിക്കും. ചില യുക്തിവാദികളായ, നിരീശ്വരവാദികളായ ആളുകൾ ഒരുപക്ഷെ തിരിച്ചു ചോദിക്കും, എങ്കിൽ പുരുഷനും ധരിക്കേണ്ടതല്ലേ അങ്ങനെ വസ്ത്രം? പുരുഷനും ധരിക്കേണ്ടതല്ലേ അങ്ങനെ സംരക്ഷണം? അതേ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, പുരുഷനോടും സംരക്ഷണം നേടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ്? വഖുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുന മിൻ അബ്സാരിഹിന്ന വയഹ്ഫളുന ഫുറൂജഹുന്ന വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ലഹറ മിൻഹാ എന്ന് പറയുന്ന സ്ത്രീകളോട് നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ താഴ്ത്തണം എന്ന് പറഞ്ഞതുപോലെ തന്നെ പുരുഷന്മാരായ ആളുകളോടും നിങ്ങൾ പരസ്പരം ഏതെങ്കിലും സ്ത്രീകളെ കണ്ടുമുട്ടിയാൽ നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ താഴ്ത്തണം. ആരാണെന്നറിയാൻ ഒരു നോട്ടം നിനക്കുള്ളതാണ്, പിന്നീട് ആവർത്തിച്ചുള്ള നോട്ടം നിനക്കുള്ളതല്ല. ആളെ അറിയാൻ, തിരിച്ചറിയാൻ, സ്ത്രീയാണെന്നറിയാൻ അതൊക്കെയാകാവുന്നതാണ്, അതിനപ്പുറം ആകാൻ പാടില്ല എന്ന് പ്രവാചകൻ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീയോടും പുരുഷനോടും കണ്ണുകൾ താഴ്ത്തിക്കൊണ്ട് അത്തരത്തിലുള്ള ജീവിത രീതികളിൽ നിയന്ത്രണം പാലിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സാധാരണഗതിയിൽ നമ്മളൊരു ഭക്ഷണമുണ്ട്, ആ ഭക്ഷണത്തിൽ ഈച്ച വരും. ആ ഈച്ച വരും എന്നതിനാൽ ചുറ്റുഭാഗത്തുള്ള ഈച്ചകളെ മുഴുവനും അടിച്ചു കൊല്ലാനല്ല നമ്മൾ ശ്രമിക്കാറുള്ളത്. ഭക്ഷണത്തിൽ ഈച്ച വരും, അല്ലെങ്കിൽ ഭക്ഷണം വിളമ്പി വെച്ചിട്ടുണ്ട്, ഈച്ചകൾ വരും എന്നതുകൊണ്ട് ആരും ചുറ്റുഭാഗത്തുള്ള ഈച്ചകളെ മുഴുവനും അടിച്ചു കൊല്ലില്ല. മറിച്ച് എന്താ ചെയ്യുക? ഭക്ഷണം മൂടി വെക്കാറാണ് പതിവ്. അതാണ് അവിടെ സുരക്ഷ എന്ന് പറയുന്നത്, അതാണ് അവിടെ ഭക്ഷണം സംരക്ഷിക്കുക എന്ന് പറയുന്നത്. അതുപോലെ ഈ കാണുന്ന ആളുകളോടൊക്കെയും അവരോടും അങ്ങനെ വസ്ത്രം ധരിക്കാൻ പറയുന്നതിനപ്പുറം എന്തിന്റെ പേരിലാണോ അവർ അതിന്റെ കൃത്യതയും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും പാലിക്കുക എന്നതാണ് അവിടെ ചെയ്യേണ്ടത്. എന്നാൽ ഈ വസ്ത്രധാരണ രീതിയിൽ നിന്ന് പുറകോട്ട് പോയിട്ടുണ്ട് എങ്കിൽ പ്രവാചകൻ പഠിപ്പിക്കുന്നു, ആരെങ്കിലും ഈ പറഞ്ഞ ഇസ്ലാമിക നിർദ്ദേശങ്ങൾ പാലിക്കാതെ അതിനെ കാറ്റിൽ പറത്തിയിട്ടുണ്ട് എങ്കിൽ അതിന്റെ മറ തന്നെ, അങ്ങനെ
ഈ ഹിജാബ് എന്ന് പറയുന്നത് ഒരു ലജ്ജയാണ് അവർക്കുണ്ടാക്കുക. അത് ധരിക്കേണ്ടതുണ്ട്, ധരിച്ചിട്ടില്ലെങ്കിൽ അതൊരു മാനക്കേടാണ് എന്ന ചിന്ത, ആ മാനക്കേട് എന്ന് പറയുന്ന, ലജ്ജ എന്ന് പറയുന്ന ആ ഭാഗം തന്നെ അങ്ങ് നീക്കിക്കളയും. എന്നിട്ട് അവർക്ക് ഏത് കോലത്തിലും ഏത് രീതിയിലും വസ്ത്രം ധരിക്കാം, അതിന് യാതൊരു കുഴപ്പവുമില്ല എന്ന ഒരു ചിന്താഗതിയിലേക്ക് അവർ എത്തിക്കും എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുപോലെ വസ്ത്രധാരണ രീതിയെക്കുറിച്ച് പറഞ്ഞിടത്ത്, സ്ത്രീകളുടെ ഹിജാബിനെ കുറിച്ച് പറഞ്ഞിടത്ത് ഖുർആൻ പ്രയോഗിക്കുന്ന പദം കുല്ലിൽ മുഅ്മിനാത്തി, മുഅ്മിനാത്തുകളായ പെണ്ണുങ്ങളോട് പറയുക. നിസാഉൽ മുഅ്മിനീന, സത്യവിശ്വാസികളായ സ്ത്രീകളോട് പറയുക. ആരോടാ പറയേണ്ടത്? സത്യവിശ്വാസികളായ സ്ത്രീകളോട്. മുഅ്മിനാത്തുകളായ പെണ്ണുങ്ങളോട്, അഥവാ വിശ്വാസമുണ്ടെങ്കിലേ ഉൾക്കൊള്ളാൻ കഴിയൂ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്താ? വിശ്വാസമുണ്ടെങ്കിലേ ഈ ഇസ്ലാമിന്റെ പർദാ സമ്പ്രദായം, വസ്ത്രധാരണാ രീതി ഉൾക്കൊള്ളാൻ സാധിക്കൂ എന്നതാണ് ഇസ്ലാമിന്റെ രീതി. എങ്കിൽ ഇസ്ലാമിക വേഷവിധാനം സ്വീകരിക്കാത്ത ആളുകൾ ഇസ്ലാമിന്റെ കളത്തിൽ നിന്ന് പുറത്താണ്. അവർ മുഅ്മിനാത്തുകളല്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം. അവർ വിശ്വാസിനികളായ സ്ത്രീകളല്ല എന്നാണ് പറഞ്ഞതിന്റെ താല്പര്യം. ഇസ്ലാമികമായ ആ രൂപത്തിൽ ചിന്തിക്കുന്ന, ഞാനൊരു മുസ്ലിമാണെന്ന ബോധത്തിൽ ജീവിക്കുന്ന ഒരു മുസ്ലിം സ്ത്രീയാണ് എങ്കിൽ സ്വമനസ്സാലെ ഈ പറഞ്ഞ വസ്ത്രധാരണാ രീതി സ്വീകരിക്കും എന്നാണ് ഖുർആനിന്റെ ഈ വാചക ഘടനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതിന് മറ്റൊരു ഹദീസ് നമുക്ക് കാണാം. ഒരു പറ്റം സ്ത്രീകൾ ബനൂ തമീം ഗോത്രത്തിൽപ്പെട്ട ചില സ്ത്രീകൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കൽ വന്നു. അലൈഹിന്ന സിയാബുൻ റിഖാഖ്, അവർ ധരിച്ചിട്ടുള്ളത് വളരെ നേർമ വസ്ത്രങ്ങളാണ് അവർ ധരിച്ചിട്ടുള്ളത്. അപ്പൊ ആയിഷ ബീബി അവരോട് പറഞ്ഞു, ഇൻ കുൻതുന്ന മുഅ്മിനാത്തിൻ ഫലൈസ ഹാദാ ബിലിബാസ്. ഇൻ കുൻതുന്ന മുഅ്മിനാത്തിൻ, നിങ്ങൾ വിശ്വാസിനികളാണെങ്കിൽ ഈ വസ്ത്രങ്ങൾക്ക് യോജിച്ചതല്ല. നിങ്ങൾ മുഅ്മിനാത്തുകളാണെങ്കിൽ ഇത് നിങ്ങൾക്ക് യോജിച്ചതല്ല. വഇൻ കുൻതുന്ന ഗൈറ മുഅ്മിനാത്തിൻ ഫതംതഈനഹു, നിങ്ങൾ മുഅ്മിനാത്തുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതും ധരിക്കാം. നിങ്ങൾ ഈ ധരിച്ച രൂപത്തിലുള്ള ധരിക്കാം, ഈ ലോലമായ വസ്ത്രം ധരിക്കാം, ശരീരത്തിന്റെ ഉൾഭാഗങ്ങൾ കാണുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാം, അതിലൊന്നും കുഴപ്പമില്ല. നിങ്ങൾ മുഅ്മിനാത്തുകളാണെങ്കിൽ ഈ വസ്ത്രം നിങ്ങൾക്ക് പറ്റില്ല എന്ന് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്. അപ്പോ നമ്മൾ കാണുന്ന നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഭാര്യമാരായ, നമ്മുടെ സഹോദരിമാരായ, നമ്മുടെ ഉമ്മമാരായ ഒരുപാട് ആളുകൾ മുഅ്മിനാത്തുകളിൽ പെടില്ല എന്ന് കട്ടായമായി കൊണ്ട് നമുക്ക് പറയേണ്ടി വരും. കാരണം എന്താ? അവരുടെ വസ്ത്രധാരണ രീതി അങ്ങനെയാണ്. അവരുടെ വസ്ത്രധാരണാ രീതി ആ രൂപത്തിലുള്ളതാണ്. ഖുർആൻ പ്രയോഗിച്ച മുഅ്മിനാത്തുകളിൽ, വിശ്വാസിനികളായ സ്ത്രീകളിൽ അവർ വരികയില്ല എന്നത് നമുക്ക് ഈ ഖുർആനിന്റെ ഘടനയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. അതുപോലെ ഇന്ന ലികുല്ലി ദീനിൻ ഖുലുഖൻ വഖുലുഖുൽ ഇസ്ലാമി അൽ ഹയാ, എല്ലാ മതങ്ങൾക്കും ചില സ്വഭാവങ്ങളുണ്ട്. ഇസ്ലാം ദീനിന്റെ സ്വഭാവം എന്നത് അത് ലജ്ജയുമായി ബന്ധപ്പെട്ടതാണ്. തന്റെ വസ്ത്രധാരണ രീതിയിലടക്കം ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ള ആ രീതികൾ സ്വീകരിക്കുക എന്നുള്ളത്, അത് ഒഴിവാക്കുക എന്നുള്ളത് ലജ്ജയായി കൊണ്ട് അവന് മനസ്സിലാക്കേണ്ടതാണ്. ഇനി ഇസ്ലാം പറഞ്ഞിട്ടുള്ള വേഷവിധാനം അത് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അതുകൊണ്ടുള്ള പ്രശ്നം എന്താണ്? തലമറക്കാതെ മീറ്റർ കണക്കിന് തുണി തന്റെ ശരീരത്തിലുണ്ട്, പക്ഷെ തല മറഞ്ഞിട്ടില്ല, മാറിടം മറഞ്ഞിട്ടില്ല, ഇസ്ലാം പറഞ്ഞ നിർബന്ധമായ ഫർളായ ഭാഗം മറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ വസ്ത്രം ധരിക്കുകയാണ് എങ്കിൽ, അതല്ലെങ്കിൽ ശരീരത്തോടൊട്ടി നിൽക്കുന്ന ലെഗിൻസ് പോലെയുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയാണെങ്കിൽ, ലെഗിൻസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു വസ്ത്രമില്ലാത്തതിന് തുല്യമാണ്. വസ്ത്രം ധരിക്കാത്തതിന്റെ തുല്യമാണ് ലെഗിൻസ് ധരിക്കുക എന്നുള്ളത്. അത് ശരീരത്തോട് ഒട്ടി നിൽക്കുന്നതാണ്. പലപ്പോഴും സ്ത്രീകളൊക്കെ അത് ധരിക്കുമ്പോൾ അതിന്റെ മുകളിൽ അവർ പർദ്ദ ധരിക്കുവാൻ വേണ്ടി ചിലപ്പോൾ അങ്ങനെ സുരക്ഷയ്ക്ക് വേണ്ടി അങ്ങനെ ധരിക്കാറുണ്ട്. എന്നാൽ നമുക്ക് പൊതുസമൂഹത്തിൽ സ്ത്രീകൾ ഇറങ്ങുന്നത് കാണുന്നത് ഈ ലെഗിൻസ് പോലെയുള്ള ശരീരത്തിൽ ഒട്ടി നിൽക്കുന്ന വസ്ത്രം ധരിച്ചുകൊണ്ടാണ്. അങ്ങനെ ഒട്ടി നിൽക്കുന്ന വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങുന്ന സ്ത്രീകൾ പ്രവാചകൻ പറഞ്ഞ, ഖുർആൻ പറഞ്ഞ മുസ്ലിമത്തുകളായ സ്ത്രീകളല്ല
എന്ന് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ എന്റെയും നിങ്ങളുടെയും ഭാര്യമാരും മക്കളും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങളെയും വിലയിരുത്തിക്കൊണ്ട് നമുക്ക് പറയാനാവണം, നമുക്ക് ആ വിഷയത്തിൽ ഒരു നിലപാടുണ്ടാകണം. നമ്മുടെ മക്കൾക്ക് വസ്ത്രമെടുക്കുന്നത് നമ്മളാണ്, നമ്മുടെ വിവാഹാഘോഷങ്ങൾക്ക് വസ്ത്രമെടുക്കുന്നത് നമ്മളാണ്, അതുപോലെ നമ്മുടെ വീട്ടിലുള്ള അത്തരത്തിലുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് നമ്മളാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ നമുക്ക് ഒരു നിലപാടുണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ കോസ്മെറ്റിക്സിന്റെ അഥവാ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ഉപയോഗം ഇന്ന് ഏറ്റവും കൂടിയിരിക്കുകയാണ്. നമ്മുടെ പ്രൈമറി ക്ലാസ്സുകളിൽ പെടുന്ന LP ക്ലാസ്സുകളിൽ പോകുന്ന കുട്ടികൾ പോലും കോസ്മെറ്റിക്സിന്റെ പേക്കുകൾ തങ്ങളുടെ ബാഗുകളിൽ, സ്കൂൾ ബാഗുകളിൽ സൂക്ഷിച്ചുകൊണ്ടാണ് അവർ പോകുന്നത്. എന്നിട്ട് അത് എവിടെയൊക്കെയാണോ ചേർക്കേണ്ടത് അവിടെയൊക്കെ ചേർക്കുകയാണ്. അതുപോലെ തന്നെ ചുണ്ടുകൾക്ക് കളറുകൾ മാറി മാറി നൽകുന്ന ലിപ്സ്റ്റിക്കുകൾ അവരുടെ കൗമാരപ്രായക്കാരായ പെൺകുട്ടികളുടെ ബാഗുകളിലാണ്. അവർ സ്കൂളുകളിൽ പോകുന്ന പ്രൈമറി ക്ലാസ്സുകളിൽ വരെ പോകുന്ന കുട്ടികളുടെ ബാഗുകളിലാണ് ഈ ലിപ്സ്റ്റിക്കുകൾ മുഴുവനുമുള്ളത്. അപ്രകാരം തന്നെ പുരികം പ്ലഗ് ചെയ്യുക എന്ന രൂപത്തിൽ അത് വെട്ടിമിനിക്കുന്ന പെൺകുട്ടികളെ, നമ്മുടെ കുട്ടികളെ തന്നെ ചിലപ്പോ ഒന്നായിട്ട് അവർ വടിച്ചു കളയുന്നു. എന്നിട്ട് അവർ ഏതെങ്കിലും ഡ്രോയിങ് കൊണ്ട് അവർ അവിടെ നേരിയ വര, പുരികത്തിന്റെ വരയുണ്ടാക്കുന്നു. എന്നാൽ ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അല്ലാഹു ശപിച്ചിരിക്കുന്നു, അൽ വാസിമാത്തു വൽ മുതശിമാത്ത്, പച്ച കുത്തുന്ന സ്ത്രീകളെയും. അത് വല്ലാതെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല, എന്നാൽ വലിയ പട്ടണങ്ങളിലൊക്കെ അതുമായി കഴിഞ്ഞു. അതിന് പ്രത്യേകമായ ഷോപ്പുകളുണ്ട്, കടകളുണ്ട് പച്ച കുത്താൻ വേണ്ടിയിട്ട്. ആ പച്ച കുത്തുന്നവരെയും കുത്തിക്കുന്നവരെയും, വൽ മുതനമ്മിസാത്തി, മുടികൾ പ്ലഗ് ചെയ്യുന്നവരെയും, വൽ മുതഫല്ലിജാത്തി ലിൽ ഹുസ്നിൽ മുഗല്ലിയാത്തി, അതുപോലെ പല്ലുകൾ ഈർന്നുകൊണ്ട് പ്രായക്കുറവ് കാണിക്കുവാൻ വേണ്ടി അങ്ങനെ ഒരു പരിപാടിയുണ്ട്. പല്ലുകൾ ഉയർന്നുകൊണ്ട് പ്രായം കുറവാണ് എന്ന് കാണിക്കുവാൻ ചെയ്യുന്ന അത്തരത്തിലൊക്കെ ചെയ്യുന്ന സ്ത്രീകളെ അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ തന്നെ സ്വർഗത്തിന്റെ സുഗന്ധം പോലും അനുഭവിക്കാൻ അങ്ങനെ വേഷവിധാനങ്ങൾ സ്വീകരിക്കുന്ന ആളുകൾക്ക് കഴിയില്ല എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന വിശുദ്ധ ഖുർആൻ കഴിച്ചാൽ പിന്നീട് ഒന്നാമതായി നാം തെളിവ് പറയുന്ന ഇമാം ബുഖാരി പറയുന്നു, സിൻഫാനി മിൻ അഹ്ലിന്നാർ, രണ്ട് വിഭാഗം ആളുകൾ, അവർ നരകത്തിന്റെ ആളുകളാണ്. ലമ്മറഹുമാ ഖൗമുൻ മാഹുൽ സിയാത്തുൻ കഅദിനാബിൽ ബഖരി യദ്രിബൂന ബിഹന്നാസ്. ഒന്ന് ഭരണാധികാരികളെ കുറിച്ചാണ് പറയുന്നത്. രണ്ടാമത്തത് വനിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മുമീലാത്തുൻ മായിലാത്തുൻ റൂസുഹുന്ന കഅസ്മിനത്തിൽ ബുഖതി. ആ രണ്ടാമത് പറഞ്ഞ സ്ത്രീകൾ ആരാണ്? അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ അവർ ധരിച്ചിട്ടില്ല, നഗ്നകളാണ്. വസ്ത്രം ധരിച്ചിട്ടുണ്ട്, എന്നാൽ അവർ നഗ്നകളാണ്. മീറ്ററുകളോളം അവരുടെ ശരീരത്തിലുണ്ട്. അവരുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും പുറത്താണ്. അവിടെ വയറ് പുറത്താണ്, അതുപോലെ പല ഭാഗങ്ങളും പുറത്താണ്. അതുപോലെ തന്നെ ആ ശരീരത്തെ പ്രകടമായി കാണുന്ന വിധത്തിലുള്ള ടൈറ്റ് ഫിറ്റായി കൊണ്ടുള്ള വസ്ത്രമാണ് അവർ ധരിച്ചിട്ടുള്ളത്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞും ചെരിഞ്ഞും കൊണ്ടിങ്ങനെ നടക്കുകയാണ്. ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ അവരിങ്ങനെ ആടിക്കളച്ചുകൊണ്ടാണ് നടക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല, നരകാവകാശികളാണ് അവർ എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ മറ്റൊരു ഹദീസിൽ സ്വർഗത്തിന്റെ വാസന പോലും അനുഭവിക്കാൻ കഴിയില്ല. സ്വർഗത്തിന്റെ വാസന പോലും അനുഭവിക്കാൻ ആ വേഷവിധാനം സ്വീകരിച്ച എന്റെ ഭാര്യയ്ക്ക് കഴിയില്ല, എന്റെ ഉമ്മാക്ക് കഴിയില്ല, എന്റെ പെൺമക്കൾക്ക് കഴിയില്ല, എന്റെ മരുമക്കൾക്ക് കഴിയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ആ സ്വർഗത്തിന്റെ വാസനയാകട്ടെ ലയൂജദു മിൻ മസീറത്തി കദാ വകദാ, ഇന്ന സ്ഥലം വരെ ആ സ്വർഗത്തിന്റെ വാസന പരക്കും
എന്നിരുന്നാലും ഈ വാസന പോലും അനുഭവിക്കാൻ ഇസ്ലാമിക വേഷവിധാനം പാലിക്കാത്ത, ഹിജാബ് ധരിക്കാത്ത, തലയിൽ മക്കന ധരിക്കാത്ത, ശിരസ്സുകൾ മരിക്കാത്ത, മാറിടങ്ങളിലേക്ക് വസ്ത്രം താഴ്ത്തിയിടാത്ത സ്ത്രീകൾക്ക് സാധിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ തിരുവചനത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് ഗൗരവമേറിയ വിഷയമാണ് ഇസ്ലാമിക വസ്ത്രധാരണാ രീതി എന്ന് പറയുന്നത്. പുരുഷന്മാരായ ആളുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രധാനമായും നെരിയാണിക്ക് താഴേക്ക് പോകുന്നതും അതുപോലെ ഔറത്ത് വെളിവാകുന്ന രൂപത്തിലുള്ള ആ പാന്റ് ധരിക്കുമ്പോഴും നിസ്കാര സുജൂദ് പോകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഏറെക്കുറെ അവർക്ക് രക്ഷപ്പെട്ടു എന്ന് വന്നേക്കാം. എന്നാൽ മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, ആ വീടുകളിലുള്ള നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ നരകത്തിൽ നിന്ന് സുരക്ഷിതരല്ല. നരകത്തിൽ നിന്ന് സുരക്ഷിതരല്ല. കാരണം ഇപ്പോഴത്തെ നിലപാട് നോക്കിയാൽ, നമ്മുടെ വീടുകൾ പരിശോധിച്ചാൽ, എന്റേതടക്കമുള്ള നമ്മുടെ വീടുകൾ പരിശോധിച്ചാൽ അവരൊക്കെ നരകത്തിലേക്ക് പോകുന്നവരാണ് എന്നതാണ് നമുക്ക് വിധി എഴുതാൻ കഴിയുക. സൂക്ഷിക്കേണ്ടത് നമ്മളാണ്, ശ്രദ്ധിക്കേണ്ടത് നമ്മളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കുട്ടികളെ, നമ്മുടെ കുടുംബത്തിലുള്ള അംഗങ്ങളെ അവരെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് വല്ലതും ചെയ്യാൻ കഴിയുമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. വേഷവിധാനങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകം നാം വസ്ത്രമെടുക്കുമ്പോഴും അത് ധരിക്കുമ്പോഴും, അതുപോലെ കോസ്മെറ്റിക്സിന്റെ കാര്യത്തിൽ അത്തരങ്ങളിലുള്ള കാര്യങ്ങളിലൊക്കെ വേണ്ട പോലെ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും എല്ലാം അവന്റെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സ്വാലിഹീങ്ങളായ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും.